കടകംപള്ളിക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ട് എന്ന് തന്നെ ആരോപണമുണ്ടോ കോൺഗ്രസ്? അല്ല, ഞാനങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ എൻ്റെ കയ്യിൽ വകുപ്പുകളില്ല. ഞാനാരെ കുറ്റം ചെയ്തു എന്നൊന്നും പറയാനുള്ള തെളിവുകൾ എൻ്റെ കയ്യിലില്ല. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ശനിയാഴ്ച മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രൻ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് മുന്നിൽ ഹാജരായി. അതിനുശേഷം അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പങ്കുവച്ചു. പോസ്റ്റിന്റെ പൂർണ്ണരൂപം. ഈ കുറിപ്പിൽ അദ്ദേഹം വ്യക്തമായി മൊഴി രേഖപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനു പുറമെ ഇന്നാട്ടിലെ കുഴലൂത്ത് മാധ്യമങ്ങളും പ്രതിപക്ഷവും ഉന്നയിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും തെളിവുണ്ടോ എന്ന് അക്കമിട്ട് ചോദിക്കുന്നു. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ട എല്ലാ ഫയലുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണെന്നും എല്ലാ മാധ്യമങ്ങളുടെയും കയ്യിൽ ഈ ഫയലുകളുടെ കോപ്പികൾ ഉണ്ടെന്നും അദ്ദേഹം കുറിപ്പിൽ പങ്കുവയ്ക്കുന്നു. മൊഴി കൊടുത്ത് മുൻ മന്ത്രി സധൈര്യം പൊതുജനങ്ങളോട് പ്രതികരിക്കുമ്പോൾ മൊഴി കൊടുക്കാൻ വിളിക്കുമെന്ന വാർത്ത കേട്ട പ്രമുഖ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണം ഒന്ന് കാണാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കും എന്ന വാർത്തകൾ വന്നതിന് പിന്നാലെ അടൂർ പ്രകാശിന്റെ പ്രതികരണം എടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എല്ലാ മാധ്യമപ്രവർത്തകരുണ്ട്, പക്ഷേ അദ്ദേഹം ഗ്ലാസ് കാറിന്റെ തുറക്കാൻ പോലും തയ്യാറായില്ല. തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അടൂർ പ്രകാശ് എന്തിനാണ് ഇങ്ങനെ ഭയക്കുന്നത്? അടൂർ പ്രകാശിന്റെ ഭയം കാണുമ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. അടൂർ പ്രകാശിനും കോൺഗ്രസിനും ഭയക്കാൻ മാത്രം എന്തോ ഒന്ന് ഇതിന് പിന്നിലുണ്ട്. അപ്പൊ പിന്നെ രമേശ് ജിയോടും സതീഷ് ജിയോടും അടൂർ ജിയോടും ഒന്നേ പറയാനുള്ളൂ: മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയക്കാനുള്ളൂ.